അസുഖബാധിതയായ ശേഷം ചികിത്സയും വിശ്രമവുമായി വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് രേണുസുതി. ക്യാൻസർ രോഗമാണെങ്കിലും കീമോ പോലുള്ള ചികിത്സ ചെയ്യുന്നുണ്ടെങ്കിലും അതിവേഗത്തിൽ ഇൻഫെക്റ്റഡ് ആവുകയും എന്നുള്ളത് കൊണ്ടും സന്ദർശകരുടെ കാര്യത്തിൽ പോലും വലിയ രൂപത്തിലുള്ള നിയന്ത്രണം ബാധിക്കുന്നുണ്ട്. താൻ കിടന്നുപോയാൽ കുടുംബത്തിന്റെ അവസ്ഥ പരിതാപകരമാകുമെന്ന് രേണുവിന് അറിയാം. അതിനാൽ തന്നെ ചികിത്സയ്ക്കിടയിലും പ്രമോഷനും ഉദ്ഘാടനവും ചെയ്യാൻ വരാൻ തയ്യാറെടുക്കുകയാണ് രേണു എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർമാർ വിലക്കിയതിൽ ആ തീരുമാനം പിൻവലിക്കുകയായിരുന്നു. യൂട്യൂബ് വ്ലോഗുകളിൽ മാത്രമാണ് നിലവിൽ രേണുവിന്റെ ഏക വരുമാന മാർഗം. അതിൽ നിന്നും കിട്ടുന്ന തുക ഉപയോഗിച്ചാണ് ചികിത്സയും നടത്തുന്നത്. അതേസമയം രേണുവിന്റെ അടുത്തിടെ മുതൽ വലിയ രൂപത്തിലുള്ള വിമർശനവും രേണുവിന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ക്യാൻസർ രോഗിയെ പോലെയല്ല രേണുവിന്റെ പെരുമാറ്റം എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം ആളുകൾ രേണുവിനെ വിമർശിക്കുന്നത്. ഇതിനെതിരെ ഫേസ്ബുക്ക് യൂസറായ അനു ചന്ദ്ര തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വന്നു. ഒരാൾ ചിരിക്കുന്നു എന്നതിന്റെ അർത്ഥം അവർക്ക് വേദനയില്ല എന്നതിന്റെ തെളിവോ, ഒരാൾ വീഡിയോ കോൾ ചെയ്യുന്നു എന്നത് അവർ ചികിത്സയിലല്ല എന്നതിന്റെ തെളിവോ ഒന്നുമല്ല എന്ന് അനു ചന്ദ്ര കുറിക്കുന്നു. ആക്റ്റീവായി വീഡിയോയിൽ സംസാരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് രേണുവിന്റെ രോഗാവസ്ഥയെ പോലും ആളുകൾ ചോദ്യം ചെയ്ത് രംഗത്തും വരുന്നത്. അതിനാലാണ് അനു ചന്ദ്ര തന്റെ അഭിപ്രായം പങ്കുവച്ചും രംഗത്ത് വന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും അവരോട് എന്തൊരു അനുകമ്പയും സ്നേഹവുമായിരുന്നു. അവരുടെ രോഗം പെട്ടെന്ന് മാറാനുള്ള പ്രാർത്ഥനയും നല്ല മനസ്സുമായിരുന്നു ചുറ്റും. പ്രത്യേകിച്ചും ആദ്യത്തെ കീമോയൊക്കെ കഴിഞ്ഞ സമയത്ത് അവരുടെ ദയനീയ അവസ്ഥ കണ്ട് ഭൂരിപക്ഷം പേരും അവരെ ചേർത്തു പിടിക്കാൻ തന്നെ ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പോൾ അവർ പഴയ പോലെ ആക്റ്റീവായി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും അവരെ തെറി വിളിക്കുന്നു, ചീത്ത പറയുന്നു, രാഗുന്നു. കീമോ ചെയ്തതാണോ എന്ന് തോന്നുന്നില്ലല്ലോ. പെരുന്നുണച്ചി, കള്ളി, കീമോ ചെയ്താൽ എണീറ്റിരിക്കാൻ പറ്റില്ല, എണീറ്റ് പോടി ഉടായിപ്പേ, അസുഖം വിട്ട് ജീവിക്കുന്ന സ്ത്രീ, ഇപ്പോൾ ക്ഷീണമില്ലേ, എന്തൊക്കെയാണ് കമന്റുകൾ വന്നത്. ഒന്നാമത്തെ കാര്യം, ക്യാൻസർ ഒരു രോഗമാണ്. അതിന് എല്ലാവരെയും ഒരേ അനുഭവമോ ഒരേ ലക്ഷണമോ അല്ല ഉണ്ടാകാൻ കഴിയുന്നത്. അതിനാൽ തന്നെ കീമോ തെറാപ്പി ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ കീമോയിലെ ക്ഷീണം ഉണ്ടാകണം എന്നില്ല. മാത്രമല്ല, ഒരാൾ ചിരിക്കുന്നു എന്നത് അവർക്ക് വേദനയില്ല എന്നതിന്റെ തെളിവോ, ഒരാൾ വീഡിയോ കോൾ ചെയ്യുന്നു എന്നത് അവർക്ക് ചികിത്സയില്ല എന്നതിന്റെ തെളിവോ ഒന്നുമല്ല. പിന്നെ അടിസ്ഥാനപരമായ മനുഷ്യരൊക്കെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഒരു മനുഷ്യനെ അവർ ചേർത്തു പിടിക്കണമെങ്കിൽ മാക്സിമം അവർ തകരണം. അതായത് പൂർണ്ണമായി തകർന്നു കിടക്കുന്ന മനുഷ്യരോട് സഹതാപം പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ അതേ മനുഷ്യൻ തന്നെ ആ തകർച്ചയിൽ നിന്നും പതുക്കെ തിരിച്ചു വരാനും ചിരിക്കാനും സ്വന്തം ജീവിതം വീണ്ടെടുക്കാനും തുടങ്ങുമ്പോൾ മനുഷ്യർക്ക് അത് അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ്. നോക്കൂ, ഒരാൾ ലോകത്തിന് പൊരുതി ജീവിക്കാൻ ശ്രമിക്കുന്നതിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം നീ ഇത്രയും നാളായി ഇരിക്കുന്നതിൽ ശരിക്കും നിനക്ക് രോഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന മനോഭാവം എന്ത് വൃത്തികെട്ട വേദനയുള്ള മനോഭാവമാണ്. അല്ലെങ്കിലും ഒരു രോഗിയുടെ ജീവിതം അവരുടെ ഏറ്റവും മോശം ദിവസങ്ങൾ കൊണ്ട് മാത്രം അളക്കുന്നതാണ്. അവർക്ക് ചിരിക്കാനും ജീവിക്കാനും സാധിക്കുന്ന നല്ല ദിനങ്ങൾ ചികിത്സയുടെ ഭാഗം തന്നെയാണെന്ന് കേട്ടോ എന്നുമായിരുന്നു കുറിപ്പിൽ പുറത്തു വന്നത്. അനുചന്ദ്രയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ വന്നു. രേണുവിന്റെ രോഗാവസ്ഥയല്ല അവർ പറയുന്നത് വാക്കുകളെയാണ് എന്നും ചോദ്യം ചെയ്യുന്നത് എന്നുമാണ് ചിലരും കുറിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? രേണുസുതി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്.